Good morning, children. Today we are moving to properties of ratio. Last class we have studied about ratio, terms of ratio, simplest form of a ratio. Today we are moving to properties of ratio. So what are the properties of the ratio? Just understand and leave it. Okay, needn't by heart the same. Quantities of the same kind can be expressed using ratio. ഇപ്പം നമ്മൾ ഒരു സൈഡിൽ നമ്പർ ആൻഡ് ഒരു സൈഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസും ഒരു സൈഡിൽ ഹൈറ്റും ആണെങ്കിൽ വി കാൺ കമ്പയർ ദിസ് ടൈപ്പ് ഓഫ് റേഷ്യോ എന്നാണ്. എന്നാണ്. സെയിം കൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഹൈറ്റ് ആണെങ്കിൽ രണ്ടും ഹൈറ്റ്, രണ്ട് ക്വാണ്ടിറ്റീസും ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് ആവണം. അതർ വെയിറ്റ് ആണെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസ് ഷുഡ് ബി ഇൻ ദ വെയിറ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ദേ ടോൾഡ്. അപ്പോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം കൈൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് യൂസിങ് റേഷ്യോ എന്നാണ്. അടുത്ത ടു ക്വാണ്ടിറ്റീസ് ഓഫ് എ റേഷ്യോ ഷുഡ് ആൾവേസ് ബി ഇൻ ദ സെയിം യൂണിറ്റ് ആണ്. അപ്പോൾ സെയിം കൈൻഡ് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ബോത്ത് ദ ക്വാണ്ടിറ്റീസ് ഷുഡ് റെപ്രസെൻറ്റഡ് ബൈ ഹൈറ്റ് തന്നെ ആയിരിക്കണം. ആൻഡ് ദേ ടോൾ യു യൂണിറ്റ് ആൾസോ ഷുഡ് ബി സെയിം എന്നായിരിക്കണം. അതായത് ഇപ്പം നമ്മൾ ഹൈറ്റ് എടുക്കുമ്പോൾ ഒരാൾക്ക് സെൻറ്റിമീറ്ററിലും ഒരാൾക്ക് മീറ്ററിലും ആണെങ്കിൽ കമ്പാരിസൺ നോട്ട് പോസിബിൾ ആണ്. ഓക്കെ, വി ഹാവ് ടു കൺവേർട്ട് either centimeter to meter ആവണം or meter to centimeter ആക്കണം. ഓക്കെ, ദാറ്റ് ദേ ടോൾ യു. ടു ക്വാണ്ടിറ്റീസ് ഓഫ് എ റേഷ്യോ ഷുഡ് ആൾവേസ് ബി ഇൻ ദ സെയിം യൂണിറ്റ് കീപ്പ് ചെയ്യും. അപ്പോൾ റുപ്പീസ് ആണെങ്കിൽ 2 റുപ്പീസ് ആവണം, പൈസ ആണെങ്കിൽ 2 പൈസ ആയിരിക്കണം. ഓക്കെ, എ റേഷ്യോ ഈസ് ആൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. എപ്പോഴും റേഷ്യോ എഴുതുമ്പോൾ യു ഹാവ് ടു കീപ് ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം എന്നാണ്. ഓക്കെ, ദ ടേംസ് ഇൻ ദ റേഷ്യോ കനോട്ട് ബി റിവേഴ്സ്ഡ് എന്നാണ്. ഇപ്പോൾ ഫസ്റ്റ് റേഷ്യോ നിങ്ങൾ 3:4 എന്ന് എഴുതിയാൽ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ആണ് ഏതിനോട്? 4:3യോട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടേംസ് 3ഉം 4ഉം അല്ലേ, തിരിച്ചെഴുതാം. നോ, ടേംസ് കനോട്ട് ബി റിവേഴ്സ്ഡ് എന്നാണ്. അപ്പോൾ ടേംസിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യരുത്. 3:4 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 തന്നെ ആവണം, സെക്കൻഡ് 4 ആവണം എന്നാണ്. 4:3 മീൻസ് ഫസ്റ്റ് ടേം 4 ആൻഡ് സെക്കൻഡ് ടേം 3 എന്നാണ്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയി. ഓക്കെ, നോട്ട് ഈക്വൽ ആണ്. അടുത്ത റേഷ്യോ ഹാസ് നോ യൂണിറ്റ്സ്, ഇറ്റ് ഈസ് എ പ്യുവർ നമ്പർ എന്നാണ്. അപ്പോൾ നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ പിന്നെ നമ്മളവിടെ 3:4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3:4 മീറ്റർ അങ്ങനെ എഴുതില്ല. ഓക്കെ, റേഷ്യോ ഡസ് നോട്ട് ഹാവ് യൂണിറ്റ് എന്നാണ്. ഇറ്റ് ഈസ് എ പ്യുവർ നമ്പർ എന്നാണ്. 3:4 ഓർ 3/4 ലൈക്ക് ദാറ്റ് വേ. ക്ലിയർ? നെക്സ്റ്റ് ഇക്വിവലൻറ്റ് റേഷ്യോസ് എന്നാണ്. ഇക്വിവലൻറ്റ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ഫ്രാക്ഷൻ തന്നെയാണ്. In case of fraction, we have to multiply both numerator and denominator by same non-zero number ആണ്. Here also, we have to multiply or divide the terms of the ratio എന്നാണ്. Numerator and denominator എന്നുള്ളതിന് പകരം ഇവിടെ എന്താണ്? Terms of the ratio ആണ്. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും. Terms of the ratio by the same non-zero number ആണ്. For example, they told you to do 3 equivalent ratios for the following എന്നാണ്. 3 എണ്ണങ്ങൾ വേണം. 1:4 ആണ് ഗിവൺ നമ്പർ. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് മീ സെലക്ട് 2 സെലക്ട് ചെയ്തിട്ട് 1:2 അറ്റ് ദ സെയിം ടൈം 4:2. വാട്ട് ഐ എം ഡൂയിങ് വിത്ത് 1, സെയിം ഓപ്പറേഷൻ ഷുഡ് ബി വിത്ത് 2 ആണ്. അപ്പോൾ 1:2 4:2 എനി ഓപ്പറേഷൻ പോസിബിൾ അല്ല. എയ്തർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ആണ്. ഇത് ആൾറെഡി ലോവസ്റ്റ് ഫോം അല്ലേ, 1:2 എന്നായതുകൊണ്ട് തന്നെ വി കാണ്ട് യൂസ് ഡിവിഷൻ മെത്തേഡ്, വി ക്യാൻ യൂസ് ഓൺലി മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 1:2 2 4 2s are 8. അപ്പോൾ റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ എന്തായി? ഡബിളായി, 2:8 എന്നായി. നൗ മൾട്ടിപ്ലൈ ബൈ 3, ദിസ് ബിക്കം 3:12 എന്നായി. നെക്സ്റ്റ് ടീച്ചർ യൂസ്ഡ് 10 ആണ്. ഇഫ് യു നീഡ് ഇൻ 110 യു ക്യാൻ യൂസ് 4 5 6 7 എനി നമ്പർ യു ലൈക്ക്. ഓക്കെ, so 110 10 4 10 40 finished. Similarly 7:3 എന്നാണ്. This is a homework question for you. You have to do it yourself. Look at the previous question and complete this. Next I am moving to 18:25 എന്നാണ്. ഡിവിഷൻ ഇവിടെയും പറ്റില്ല because they don't have common number. So let me start with multiplication itself. Let me start with 10 first. 180 250. അടുത്ത by 2 എന്ന് പറയുമ്പോൾ 36 50. അടുത്ത ബൈ 3 എന്ന് പറയുമ്പോൾ 54 75. ദീസ് ആർ ദ 3 ഇക്വലൻറ്റ് റേഷ്യോസ്. ക്ലിയർ? 14:22. അപ്പോൾ ലെറ്റ് മീ ഹാവ് എ ഡിവിഷൻ കേസ് അല്ലേ, ഒരെണ്ണെങ്കിലും ഡിവിഷൻ ചെയ്ത് നോക്കാം. രണ്ടാളെയും ടീച്ചർ ബൈ 2 ചെയ്തു. ഇവിടെ ബൈ 2 ആണെങ്കിൽ സെക്കൻഡ് ടേമിനും ബൈ 2 തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 7:11 എന്നുള്ളൊരു റേഷ്യോ, ഇതും ഒരു ഇക്വലൻറ്റ് റേഷ്യോ തന്നെയാണ്. നെക്സ്റ്റ് ഇനി ഡിവിഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ടീച്ചർ യൂസ് മൾട്ടിപ്ലിക്കേഷൻ, ഡബിൾ ചെയ്തു. 28:44 എന്ന് വന്നു. ബൈ 3 ചെയ്യുമ്പോഴോ 14 × 3 42 ആണ്. 22 × 3 66 ആണ്. അപ്പോൾ ദീസ് ആർ ദ 3 ഇക്വലൻറ്റ് റേഷ്യോസ്. ക്ലിയർ? നെക്സ്റ്റ് ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. അവർ ചെക്ക് പോയിൻറ്റ് ക്വസ്റ്റ്യൻ 5 ആട്ടോ. they have given some set of quantities തന്നിട്ടുണ്ട്.
ബിറ്റ്വീൻ വിച്ച് റേഷ്യോസ് ക്യാൻ ബി ഫൗണ്ട് എന്നാണ്. ഈ തന്ന സെറ്റുകളിൽ നിങ്ങൾക്ക് റേഷ്യോ ആക്കി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ദിസ് ഈസ് അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടീസ് ഓഫ് റേഷ്യോസ് ആണ്. ഫസ്റ്റ് വൺ നോക്കൂ, ₹10 5 ഗ്രാമുമാണ്. ഒരേ തരത്തിൽപ്പെട്ട ക്വാണ്ടിറ്റി ആണോ? അല്ല. വൺ ഈസ് ആൻ എമൗണ്ടും അതർ വൺ ഈസ് വെയ്റ്റും ആണ്. ഇപ്പോൾ കമ്പാരിസൺ പോസിബിൾ ആണോ? അല്ല. നമ്മൾ ആൾറെഡി പഠിച്ചു റേഷ്യോ ദ ക്വാണ്ടിറ്റി, ടു ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം കൈൻഡ് ക്യാൻ ബി കമ്പയർഡ് ഓർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ റേഷ്യോ എന്നാണ്. ഇവിടെ സെയിം കൈൻഡ് അല്ല. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇത് പോസിബിൾ അല്ല. അടുത്ത് നോക്കൂ, ml ആൻഡ് ദിസ് ഈസ് ലിറ്റർ. രണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ലിക്വിഡ് ആണ് അല്ലേ, അതായത് വോളിയം ഓഫ് എ ലിക്വിഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? ഇത് കൺവേർഷൻ പോസിബിൾ ആണ്, റേഷ്യോ പോസിബിൾ ആണ്. ബിക്കോസ് വി ഹാവ് സ്റ്റഡീഡ് മില്ലി ലിറ്റർ ടു ലിറ്റർ കൺവേർഷൻ ആൻഡ് ലിറ്റർ ടു മില്ലി ലിറ്റർ കൺവേർഷനും പഠിച്ചതാണ്. പോസിബിൾ ആണ്. അടുത്തത് അവർ ടു മിനിറ്റ്സും മിനിറ്റ്സ് ടു ഹവറും പോസിബിൾ ആയതുകൊണ്ട് റേഷ്യോ ഈസ് പോസിബിൾ എന്നാണ്. ബട്ട് ഇയേഴ്സ് ആൻഡ് കിലോമീറ്റർ ദർ ഈസ് നോട്ട്, വിത്ത് ദ കൺവേർഷൻ ഈസ് നോട്ട് പോസിബിൾ ആണ്. നെക്സ്റ്റ് സെൻറ്റിമീറ്റർ ആൻഡ് kg നോട്ട് പോസിബിൾ ആണ്, റേഷ്യോ ഈസ് നോട്ട് പോസിബിൾ ആണ്. ബട്ട് മീറ്റർ ടു സെൻറ്റിമീറ്റർ പോസിബിൾ ആണ്, ബിക്കോസ് വി നോ ദ കൺവേർഷൻ ടേബിൾ. ഈസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് അവർ ക്വസ്റ്റ്യൻ ഈസ്, എ ഡിഷ് റിക്വയേഴ്സ് ബട്ടർ ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേണം. ഒരു ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ബട്ടർ വേണം, ജിഞ്ചറും വേണം. അപ്പം നമ്മൾ എത്ര ബട്ടർ എടുക്കുമ്പോൾ 100 ഗ്രാം ആണ് ബട്ടർ എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എത്ര ജിഞ്ചർ ഗാർലിക് എടുക്കണം? 20 ഗ്രാം എടുക്കണം. അപ്പം ബട്ടർ 100 ആണെങ്കിൽ ജിഞ്ചർ ഗാർലിക് 20 ഗ്രാം എടുക്കണം. ഇതാണ് അതിൻ്റെ റേഷ്യോ. ഇതിന് അനുസൃതമായിട്ടാണ് അല്ലെങ്കിൽ ഇതിന് യോജിച്ചിട്ടാണ് ബാക്കിയുള്ളത് അവരെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഒരു ഡിഷിൽ അവരെത്ര യൂസ് ചെയ്തിട്ടുണ്ടാവും ബട്ടർ? ഈഫ് എങ്ങനെയാണെങ്കിൽ 90 ഗ്രാം ഓഫ് ജിഞ്ചർ ഗാർലിക് ആണ് യൂസ് ചെയ്തതെങ്കിൽ 20 ഗ്രാം ജിഞ്ചർ ഗാർലിക് ആണെങ്കിൽ വി നീഡ് 100 ഗ്രാം ബട്ടർ വേണം. അപ്പം 90 ഗ്രാം ജിഞ്ചർ ഗാർലിക് ആയിരുന്നെങ്കിൽ ഹൗ മച്ച് ഓഫ് ബട്ടർ ഈസ്? നമുക്ക് നൊട്ടേഷൻ സിമ്പിൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് കോളം ടീച്ചർ ബട്ടറിന് കൊടുത്തു, രണ്ടാമത്തെ കോളം ജിഞ്ചർ ഗാർലിക്കിന് കൊടുത്തു. 100 ഗ്രാം ബട്ടർ ആയിരുന്നെങ്കിൽ 20 ഗ്രാം ജിഞ്ചർ ഗാർലിക് എടുത്തു. പക്ഷേ സെക്കൻഡ് കേസിൽ ആക്ച്വലി ഇതാണ് നമ്മുടെ റേഷ്യോ, ഈ ബട്ടറും ഗാർലിക്കും തമ്മിലുള്ള റേഷ്യോ ഇതാണ്. പക്ഷേ നമ്മൾ എടുത്തത് ഡിഷിലേക്ക് എടുത്ത ആക്ച്വൽ എമൗണ്ട് എത്രയായിരുന്നു? 90 ഗ്രാം ജിഞ്ചർ ഗാർലിക് എടുത്തു. സോ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കറസ്പോണ്ടിങ് ബട്ടർ എത്രയാണെന്നാണ് ചോദ്യം. സോ വാട്ട് വി ഡു? ടീച്ചർ ചെയ്യുന്നത് റേഷ്യോ അല്ലേ, അപ്പോൾ നമുക്ക് ആദ്യത്തെ റേഷ്യോ കോമൺ റേഷ്യോ കോൺസ്റ്റന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 100/20 ആണ്. 100 ആണെങ്കിൽ 20 ഈക്വൽ ടു, ഇവിടെ ടീച്ചർക്ക് ബട്ടർ അറിയില്ല, സോ ലെറ്റ് ഇറ്റ് ബി എക്സ് എന്ന് കൊടുത്തു. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എത്ര ജിഞ്ചർ ഗാർലിക് എടുത്തത്? 90 ആണ് എടുത്തത്. നമുക്ക് എന്താ കാണേണ്ടത്? എക്സ് വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ടീച്ചർ ഈസ് ഡൂയിങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ടീച്ചർ ചെയ്യുന്നത്. ലുക്ക് അറ്റ് ഹിയർ ആൻഡ് ഡു. 90 കംസ് ടു 100 ആണ്. അപ്പോൾ 90 × 100 ഈക്വൽ ടു 20 കംസ് ടു എക്സ് ആണ്. അപ്പോൾ 9000 ഈസ് ഈക്വൽ ടു 20x എന്ന് ടീച്ചർക്ക് കിട്ടി. രണ്ട് സൈഡിൽ നിന്നും ടീച്ചർ ഒരു 0 അങ്ങോട്ട് കളഞ്ഞു. ബാക്കി വരുന്ന എക്സ് ഈക്വൽ ടു 900/2 എന്നാണ്. 900ൻ്റെ പകുതി ഹൗ മച്ച് കമ്മിങ്? 450 എന്നാണ്. പിന്നെ ഇത് ക്വാണ്ടിറ്റി ഗ്രാമിലായതുകൊണ്ട് നമുക്ക് 450 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എത്ര ഗ്രാം യൂസ് ചെയ്യണം? 450 ഗ്രാം യൂസ് ചെയ്യണം. ഇനി നിങ്ങൾക്കൊരു ഷോർട്ട് കട്ടും പറഞ്ഞുതരാം. 20യിൽ നിന്ന് 100ൽ എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? 20യിൽ നിന്ന് 100ൽ എത്താൻ എന്താണ് ചെയ്യേണ്ടത്? ×5 ആണ് ചെയ്യേണ്ടത് ആണല്ലോ. 20 × 5 ആണ് നമുക്ക് 100 തരിക. അപ്പോൾ അതേ മെത്തേഡ് ഇവിടെ 90ക്ക് കൊടുത്തു നോക്കൂ. 90 × 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 450 ഗ്രാം. അങ്ങനെ നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ വി ആർ മൂവിങ് ടു കമ്പാരിസൺ ആൻഡ് ഓർഡറിങ് ഓഫ് റേഷ്യോസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് കമ്പാരിസൺ ഓഫ് റേഷ്യോസ് ആണ്. കമ്പാരിസൺ ഓഫ് റേഷ്യോസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് പോവാം. ബിക്കോസ് വി സ്റ്റഡീഡ് ദ കമ്പാരിസൺ ഇൻ കേസ് ഓഫ് ഫ്രാക്ഷൻസ് ആണ്. സെയിം മെത്തേഡ് വി ആർ യൂസിങ് ഫോർ റേഷ്യോനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ ഈസ് മൂവിങ് ഡയറക്ട്ലി ടു ദ ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ദ ഫോളോയിങ് റേഷ്യോസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓർ ഇൻ യുവർ കോഴ്സ് ബുക്ക് ഇറ്റ് ഈസ് ഗിവൺ വിച്ച് വൺ ഈസ് സ്മോളർ എമംഗ് എന്നാണ്. അതിൽ നിന്നും സ്മോൾ ആയത് ഏതാണ്? കമ്പാരിസൺ എഴുതിയാൽ മതി, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 7:3 ഓർ 5:2 എന്നാണ്. ഇതിൽ വിച്ച് വൺ ഈസ് സ്മോൾ എന്നാണ്. അപ്പോൾ കമ്പാരിസൺ ചെയ്താൽ തന്നെ ഇറ്റ്സ് ഓക്കെ ആയി. അപ്പോൾ 7:3 എന്നുള്ളത് ടീച്ചർ 7/3 എന്ന് എഴുതി. 5:2 എന്നുള്ളത് ടീച്ചർ 5/2 എന്ന് എഴുതി. നൗ ടീച്ചർ ഈസ് ഫൈൻഡിങ് ക്രോസ് പ്രോഡക്റ്റ് കാണുകയാണ്.
2 7 കൊടുത്തിട്ട് ടീച്ചർ ഇതാ 2 7s are 14 എന്നുള്ള പ്രോഡക്റ്റ് മുകളിൽ എഴുതി. 3 5s are 15 ഇവിടെ എഴുതി. ലുക്ക് അറ്റ് ദ പ്രോഡക്റ്റ് 14 and 15. വിച്ച് വൺ ഈസ് ബിഗ്? 15 ആണ് ബിഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ എവിടേക്കാണ് ബിഗ് തുറക്കുക? ടുവേഴ്സ് 15 എന്നാണ്. അതിനർത്ഥം ഫസ്റ്റ് റേഷ്യോ ലെസ് ദാൻ സെക്കൻഡ് വൺ എന്നാണ്. അപ്പോൾ 7/3 എങ്ങനെ എഴുതാം? 7:3 ലെസ് ദാൻ 5:2 എന്ന് എഴുതാം. ക്ലിയർ? നെക്സ്റ്റ് വൺ 9:11 ഈസ് 9/11 13/5 ആണ്. ക്രോസ് ആയിട്ട് പ്രോഡക്റ്റ് കാണൂ. 9 × 15 ആണ് 135. 11 × 13 ആണ് 143. ഏതാ ബിഗ്? 143 ആണ് ബിഗ് അല്ലേ? അപ്പോൾ 9/11 ലെസ് ദാൻ 13/15 എന്നാണ്. ഇനി നിങ്ങൾക്ക് റേഷ്യോയുടെ ഫോമിൽ എഴുതുകയാണെങ്കിൽ 9:11 ലെസ് ദാൻ 13:15 എന്നാക്കി എഴുതാം. ഓക്കെ. 21:4 ഓർ 17:9 ആണ്. അപ്പോൾ 21/4 എന്നും 17/9 എന്നും എഴുതി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഹിയർ ഇറ്റ് ഈസ് 189, ഹിയർ ഇറ്റ് ഈസ് 68 ആണ്. ഷുവറായിട്ട് നിങ്ങൾക്ക് അറിയാം ഏതാ ബിഗ്? 189 ആണ് അല്ലേ? അപ്പോൾ 21/4 ഗ്രേറ്റർ ദാൻ 17/9 എന്ന് എഴുതി. അപ്പോൾ 21:4 ഗ്രേറ്റർ ദാൻ 17:9 എന്നാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ആരാ ചെറുത്? വിച്ച് വൺ ഈസ് സ്മോളർ എന്ന് ചോദിച്ചില്ലേ? 7:3. ഇവിടെ ആരാ ചെറുത്? 9:11. ഇവിടെ ആരാ ഇപ്പോൾ ചെറുത് വന്നത്? 17:9. പിന്നെ ഒരെണ്ണം കൂടെ 1:16 2:25 ഫ്രാക്ഷൻ ആക്കി എഴുതി. 1/16 2/25 ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ 25 ഇവിടെ 32 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ആരാണ് വലുത്? 1/16 ലെസ് ദാൻ ആണ് 2/25നേക്കാൾ. ഇനി നമുക്ക് എന്തെഴുതാം? 1:16 ലെസ് ദാൻ 2:25 എന്ന് എഴുതാം. വിച്ച് വൺ ഈസ് സ്മോൾ എമംഗ് ദിസ്? 1:16. ക്ലിയർ? നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഓർഡറിങ് ഓഫ് റേഷ്യോസ് എന്നാണ്. ഓർഡറിങ് മീൻസ് അക്കോർഡിംഗ് ടു ദ വാല്യൂസ് വി ഹാവ് ടു അറേഞ്ച് ദം ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ എന്നാണ്. ബട്ട് ഇൻ യുവർ കോഴ്സ് ബുക്ക് ദേ ആസ്ക്ഡ് us ടു അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ എന്നാണ്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ടു സ്മോൾ എന്നാണ്. ബിഗിൽ നിന്നും സ്മോളിലേക്ക് എന്നാണ്. ബിഗ് ടു സ്മോൾ എന്നാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ 2:4 5:3 9:2 4:7 ആണ്. ഈ റേഷ്യോ വെച്ച് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടാണ് ഓർഡറിങ് ചെയ്യാൻ. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഇതിനെയൊക്കെ ഫ്രാക്ഷൻ ആക്കി. 2/4 5/3 9/2 4/7. ടേം മാറ്റരുത്. ഫസ്റ്റ് ടേം തന്നെയാണ് ന്യൂമറേറ്റർ, സെക്കൻഡ് ടേം ആണ് ഡിനോമിനേറ്റർ. ഇനി നമ്മൾ ഇവരുടെ LCM കാണുകയാണ്. അപ്പോൾ LCM എടുക്കുമ്പോൾ നമുക്ക് 2ഉം 4ഉം ഉള്ളതുകൊണ്ട് 2 വേണ്ട 4 മതി. 4 × 3 × 7 ആണ് വരിക. അത് ടീച്ചർ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 4 3 2 7 എടുത്ത് 2 കൊണ്ട് ചെയ്തപ്പോൾ 2 3 1 7 എന്ന് വന്നു. 2 3 1 7 എന്ന് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 2 ഈസ് എ പ്രൈം, 3 ഈസ് എ പ്രൈം, 7 ഈസ് എ പ്രൈം. വി ക്യാൻ സ്റ്റോപ്പ് ദ പ്രോസസ് എന്നാണ് ടീച്ചർ ഒരു തവണ ചെയ്തു എന്ന് മാത്രം. 1 3 1 7. ഇനി നമ്മൾ സാധാരണ യൂഷ്വലി ടീച്ചർ പറയും 3 ഇടണം 7 ഇടണം എന്നൊക്കെ പറയും. വേണ്ട, ദിസ് ഇനഫ്. ബിക്കോസ് പ്രൈം നമ്പേഴ്സ് വരുമ്പോൾ വി നീഡ് ഇൻ 1 ടു കണ്ടിന്യൂ ദ പ്രോസസ് എന്നാണ്. So let us write LCM as the numbers which are lying outside the group ആണ്. അപ്പോൾ 2 × 2 × 3 × 7 ആണ്. ടോട്ടൽ എത്ര വന്നു? 84 എന്ന് വന്നു. അപ്പോൾ 84 ആക്കാൻ 4 × വാട്ട് നമ്പറാണ് 84 തരിക? 4 × 21 ആണ് തരിക. അപ്പോൾ ടീച്ചർ രണ്ടാളെ 21 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത ഡിനോമിനേറ്റർ 3 ആണ്. ഹൗ ഡു യു മേക്ക് 3 ആസ് 84? 3യെ 84 ആക്കണമെങ്കിൽ വി നീഡ് ടു മൾട്ടിപ്ലൈ ബൈ 28 ആണ്. അപ്പോൾ ബോത്ത് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 28 ആയി. അടുത്ത നെക്സ്റ്റ് 2 ആണ്. 2 to 84 എന്ന് പറയുമ്പോൾ നമ്പർ ഈസ് 42 ആണ്. അപ്പോൾ 942 242. നെക്സ്റ്റ് വൺ 7 ആയതുകൊണ്ട് തന്നെ വി ഷുഡ് മൾട്ടിപ്ലൈ 7/12 ആണ്. ബോത്ത് ബൈ 12 ചെയ്തു. സോ ലുക്ക് അറ്റ് ദ ന്യൂമറേറ്റേഴ്സ്. ഡിനോമിനേറ്റേഴ്സ് ആർ ആൾ സെയിം ആണ്. 84 ഇറ്റ്സെൽഫ് ആണ്. ബിക്കോസ് വി കൺവേർട്ട് ഓൾ ദ ഡിനോമിനേറ്റേഴ്സ് ടു LCM ആണ്. സോ 2 21s are 42. ഇവിടെ 140, ഇവിടെ 378, ഇവിടെ 48 വന്നു. Now the finish. The step has been finished. Now we are moving to descending order. Descending order എന്ന് പറയുമ്പോൾ ഇത് third one, പിന്നെ second one, പിന്നെ fourth one, then 1. അപ്പോൾ നമ്മുടെ ഓർഡർ ഏതാ? 3 2 4 1 എന്നാണ്. 3 2 4 1 എന്നല്ലേ? അപ്പോൾ അതേപോലെ ക്വസ്റ്റ്യൻ നോക്കൂ. തേർഡ് വൺ ഏതാ? 9:2. സെക്കൻഡ് വൺ ആരാ? 5:3. ഫോർത്ത് ക്വസ്റ്റ്യൻ ആരാ? 4:7. ആൻഡ് ലാസ്റ്റ് ആരാ? 2:4 എന്നുള്ള ആളാണ്. ക്ലിയർ ടു ആൾ ഓഫ് യു? എനി അതർ ഡൗട്ട്? ഈ ഓർഡറിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ബിഗ് ടു സ്മോൾ ആയി. നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആട്ടോ. 8:9 5:2 9:1 7:5 ആണ്.
അപ്പോൾ ആദ്യം ലെറ്റസ് കൺവേർട്ട് ദം ഇൻ ടു ഫ്രാക്ഷൻസ് ആണ്. 8/9, 5/2, 9/1, 7/5 കൊടുത്തു. ദെയർ LCM എടുത്തപ്പോൾ ദാറ്റ് ഈസ് ഒരു തവണയെ ചെയ്യേണ്ടി വന്നുള്ളൂ. 3 കൊടുത്തപ്പോൾ ഇത് 3 ആയി, 2 ആയി, ഇത് 5 ആയി കേട്ടോ. 1 ആയതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വൈ? ബിക്കോസ് ഇതെല്ലാവരും പ്രൈമുകളായി. ഓക്കെ, പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ അല്ലാത്തവരായതുകൊണ്ട് തന്നെ നമുക്ക് LCM എന്ന് പറഞ്ഞാൽ 3 × 3 9, 9 2s are 18, 18 5s are 19 എന്ന് കിട്ടും. 9 to 90 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 10 ആണ്. അടുത്തത് 2 to 90 മീൻസ് 45 ആണ്. 1 ആയതുകൊണ്ട് 90 ഇറ്റ്സെൽഫ് ആണ്. 5 ആയതുകൊണ്ട് 18 ആണ്. ഇനി നമുക്ക് ഡിനോമിനേറ്റർ മാത്രം ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. 80/90 ദിസ് ബിക്കം 5 5s are 25, ബാലൻസ് 2 ഉണ്ട്. 20 + 2 25 എന്ന് വരും. അടുത്ത 990 = 810/90. അടുത്തത് 7 × 18 ആകുമ്പോൾ 56ൽ 5 ഒരു 126/90 എന്ന് കിട്ടി. ഇനി വി നീഡ് ഡിസെൻഡിങ് ഓർഡർ ആണ്. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ലിപിക്കാരാ 810/90, നെക്സ്റ്റ് 225/90, ദെൻ 126/90, 80/90 എന്ന് കിട്ടി. ഇനി ആ ഓർഡർ ഒന്ന് നോക്കുക കേട്ടോ, ക്വസ്റ്റ്യൻ്റെ ഓർഡർ നോക്കുക. ഈ 810/90 എന്ന് പറഞ്ഞാൽ തേർഡ് വൺ ആണ്, ഇത് സെക്കൻഡ് വൺ ആണ്, ഇത് ഫോർത്ത് വൺ ആണ്, ഇത് ഫസ്റ്റ് വൺ ആണ്. ഇനി ആ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതിക്കോളൂ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9:1 എന്നുള്ള റേഷ്യോ. അടുത്തത് നമുക്ക് സെക്കൻഡ് വൺ 5:2 എന്നുള്ളത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് 7:5. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 8:9. കംപ്ലീറ്റഡ് ആയി. ക്ലിയർ ടു ആൾ? നെക്സ്റ്റ് വി ആർ മൂവിങ് ടു അപ്ലിക്കേഷൻ ഓഫ് റേഷ്യോസ് എന്നാണ്. നമുക്ക് ഈ റേഷ്യോനെ എങ്ങനെ അപ്ലിക്കേഷൻ ടൈപ്പിന് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ, ഡിവൈഡ് 100 into 2 parts ഇൻ ദ റേഷ്യോ 3:7 ആണ്. അപ്പോൾ 100 എന്ന എമൗണ്ടിനെ 3:7 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. അപ്പോൾ 2 കുട്ടികളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് 100 rupeesനെ സ്പ്ലിറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ആൾക്ക്, ഇത് സെക്കൻഡ് ആൾക്ക്. അപ്പോൾ ആകെ എത്ര പേരാണ് അവിടെ? 2 ആളുകളാണ്. ഈ 2 ആളുകൾക്ക് ഇയാൾക്ക് എത്രയാണ്? ഈ 3 എന്ന് പറയുന്നതിൻ്റെ മീനിങ് എത്രയാണ്? 3 parts കൊടുക്കുന്നു എന്നാണ്. അല്ല 3 rupees എന്നല്ല, 3 parts ആണ്. 7 എന്ന് പറഞ്ഞാലോ 7 parts ആണ്. അപ്പോൾ ആദ്യത്തെ ആൾക്ക് അമ്മ 3 partsഉം സെക്കൻഡ് ആൾക്ക് 7 partsഉം ആണ് കൊടുക്കേണ്ടത്. സോ ടോട്ടൽ അമ്മ എത്ര പാർട്സ് കൺസിഡർ ചെയ്യണം? ഫസ്റ്റ് 100നെ 10 പാർട്സുകളാക്കി കട്ട് ചെയ്യണം. അതിൽ നിന്നും 3 parts ആർക്ക് കൊടുക്കണം? ഫസ്റ്റ് വണ്ണിനും. 7 parts ആർക്ക് കൊടുക്കണം? സെക്കൻഡ് വണ്ണിനും കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആളുടെ പാർട്ട് കാണാനായിട്ട് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ദ ടേം ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 3 ആണ്. ഔട്ട് ഓഫ് എത്രയിൽ നിന്നും? ടോട്ടൽ 10ൽ നിന്നും. അതായത് 7 + 3 ആണ് നമുക്കിവിടെ 10. അപ്പോൾ 3 ഔട്ട് ഓഫ് 10 ഇൻറ്റു ഈ എമൗണ്ട് 100 ആണ്. ഒരു സീറോയും കട്ട് ചെയ്തു. 3 10s are 30. ഫിനിഷ്ഡ് ആയി ആണല്ലോ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതുപോലെ 7/10 × 100. ഒരു സീറോ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 70. നോക്കൂ, ആഡ് ചെയ്ത് നോക്കൂ. 30യും 70യും കൂടെ ചേർന്നാൽ എത്ര തന്നെയാണ്? 100 തന്നെയാണ്. സിമിലർലി സെയിം റിപ്പിറ്റേഷൻ, ഡിവൈഡ് ₹5,000 to അഖിൽ ആൻഡ് മോഹിത് ഇൻ ദ റേഷ്യോ 2:3 എന്നാണ്. ഇവിടെ ഫസ്റ്റ് അഖിലിനും സെക്കൻഡ് ആണ് മോഹിത്തിന്, മാറി കൊടുക്കരുത്. ഫസ്റ്റ് ആണ് അഖിൽ, സെക്കൻഡ് വൺ ആണ് മോഹിത്. അപ്പോൾ അഖിൽ എന്ന് പറയുന്നത് 2 parts ഔട്ട് ഓഫ് എത്രയിൽ നിന്നാണ്? 2 + 3, അതായത് ഔട്ട് ഓഫ് 5 എന്നാണ്. അപ്പോൾ 2/5ൽ നിന്നും 2/5 ഓഫ് 5,000 എന്നാണ്. അതിൽ നിന്നും ടീച്ചർ 5 കട്ട് ചെയ്യാണ് ഒരു തവണ. ഇവിടെ ടീച്ചർക്ക് 1000 ടൈംസ് വന്നു. അപ്പോൾ എത്രയാണ് ആൻസർ? 2000 എന്ന് വന്നു. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോഹിത്താണ്. മോഹിത്ത് 3/5 × 5,000 എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? 5 1 ടൈം, ഇവിടെ 1000 ടൈംസ്. ടോട്ടൽ എത്രയാ? 3000. ഈസ് ഇറ്റ് ക്ലിയർ ടു യു? ഇപ്പോൾ പാർട്സ് കാണണമെങ്കിൽ തന്നിരിക്കുന്ന പാർട്ട് ബൈ ടോട്ടൽ ഇൻറ്റു എമൗണ്ട് എന്നാണ്. അപ്പോൾ 3/10 × 100 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഇവിടെ ആകുമ്പോൾ 2/5 എന്നാണ്. 2ഉം 3യും കൂടെ ചേരുമ്പോൾ 5. ക്ലിയർ? നെക്സ്റ്റ് വൺ ഇതുപോലെ തന്നെയാണ്. സാക്ഷി ഒബ്റ്റെയിൻ 46 മാർക്ക് ഔട്ട് ഓഫ് 50 ഇൻ എ ടെസ്റ്റ് ആണ്. അപ്പോൾ ഒരു ടെസ്റ്റിൽ സാക്ഷിക്ക് കിട്ടിയത് 46 മാർക്ക് ഔട്ട് ഓഫ് 50 ആണ്. അപ്പോൾ 46/50 ആണ് സാക്ഷിയുടെ മാർക്ക്. അടുത്ത ആളാരാ? അനന്യ. അനന്യ സ്കോർഡ് 15 മാർക്സ് ഔട്ട് ഓഫ് 20 എന്നാണ്. അപ്പോൾ 15/20 ആണ് ഹൂ സ്കോർ? അനന്യ സ്കോർ ആണ്. നൗ ക്വസ്റ്റ്യൻ ഈസ് ഹൂ പെർഫോംഡ് ബെറ്റർ എന്നാണ്. 2 രീതിക്കാണ് ആൻസർ ചെയ്തത് അല്ലേ? ഒന്ന് എക്സാമിനേഷൻ വാസ് ഔട്ട് ഓഫ് 50 ആയിരുന്നു, അടുത്ത എക്സാമിനേഷൻ വാസ് ഔട്ട് ഓഫ് 20 ആയിരുന്നു. വി നീഡ് ടു കാൽക്കുലേറ്റ് എന്ത് കണ്ടുപിടിക്കണം? ഹൂസ് പെർഫോമൻസ് ഈസ്
ദ ബെസ്റ്റ് എന്നാണ്. ആരുടെ പെർഫോമൻസ് ആണ് കൂടുതൽ ബെസ്റ്റ്? രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് ഇതിനെ കമ്പാരിസൺ ചെയ്യാം. റേഷ്യോ കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോൾ ഏത് റേഷ്യോ ആണോ ബിഗ് ദാറ്റ് ഹൂസ് പെർഫോമൻസ് ഈസ് ബെസ്റ്റ് എന്ന് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതല്ല വേണ്ടതെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടും കമ്പാരിസൺ ചെയ്യാം. അപ്പോൾ ടീച്ചർ രണ്ടും കാണിച്ചു തരാം. ഫസ്റ്റ് ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണ്. ഇത് ഒരാൾ 20യും ഒരാൾ 50 ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഡിനോമിനേറ്ററിനെ ആക്കാൻ എളുപ്പത്തിന് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ 2 എടുത്തു, ഇവിടെ ഞാൻ 5 എടുത്തു. കാരണം നമുക്ക് ഔട്ട് ഓഫ് 100ലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആൾക്ക് ടീച്ചർക്ക് കിട്ടിയത് 92/100 എന്നും ഇയാൾക്ക് കിട്ടിയത് 75/100 എന്നുമാണ്. ഇതിൽ ആർക്കാ കൂടുതൽ നല്ല ബെസ്റ്റ് പെർഫോമർ? ആരാ? സാക്ഷി ഈസ് ദ ബെസ്റ്റ് പെർഫോമർ, ഓർ സാക്ഷീസ് പെർഫോമൻസ് ഈസ്